ഈ ഇലയും ഈ സ്ട്രോയും വെച്ചിട്ട് ദാ ഇങ്ങനൊരു പെയിൻറ്റിങ് നമുക്ക് ചെയ്താലോ? വെൽക്കം ടു ആതിര ആർട്ടിസ്ട്രി. ഒരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ക്യാൻവാസിൽ ഫസ്റ്റ് ബ്ലാക്ക് കളർ വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് പ്രത്യേകിച്ച് പാറ്റേൺസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അത് കഴിഞ്ഞ് വേണ്ട ഇതുപോലത്തെ 2 ലീവ്സാണ് വേണ്ടത്. 2 സൈസിലുള്ള ലീവ്സാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കളറ് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മളിങ്ങനെ അതിൻ്റെ ടെക്സ്ചർ വരത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അത്ര ക്ലിയർ ആയിട്ട് വരണമെന്നില്ല, പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ പതുക്കെ പറ്റുന്ന അത്ര പോർഷൻ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഒരു ലൈറ്റ് കളറും കൂടെ നമുക്കിനി ആഡ് ചെയ്യണം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളറല്ല ഇവിടെ വന്നത്. പക്ഷെ സാരമില്ല, നമുക്കത് റെഡിയാക്കി എടുക്കാം എന്ന കോൺഫിഡൻറ്റിൽ കുറച്ച് ലീവ്സും കൂടെ ഞാനത് ആഡ് ചെയ്തു. എന്നിട്ട് പറ്റുന്നിടത്തൊക്കെ ഞാൻ ആ ചെറിയ ലീവ്സ് വെച്ച് കൊടുത്ത ശേഷം ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ലൈറ്റ് ആകാൻ വേണ്ടി ഒരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് പോർഷൻസ് ഒന്ന് കവർ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ട്രോ എടുക്കുന്നത്. സ്ട്രോ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. ഒരുപാട് നീളമുള്ള പെറ്റൽസ് അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അത് സൂക്ഷിച്ച് ഒന്ന് കട്ട് ചെയ്ത ശേഷം കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. 1-2 ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതൊക്കെയാണോ അതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോരോ ഫ്ലവേഴ്സ് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇൻ കേസ് ആ പെറ്റൽസിൻ്റെ എന്തെങ്കിലും കട്ടായിട്ടുണ്ടെങ്കിൽ സ്ട്രോയുടെ തുമ്പൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെയും കട്ട് ചെയ്ത് ആ ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ റീക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ? പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.